ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെട്രോയൊക്കെ ഇറങ്ങി നേരെ ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഡിന്നർ ടൈമായി. അപ്പോൾ പിന്നെ എന്തായാലും ഡിന്നറൊക്കെ കഴിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ട് വെളിയിൽ പോകണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചനയായിരുന്നു. അപ്പം എല്ലാവരും നല്ല ടയേർഡ് ആയതുകൊണ്ട് നമുക്ക് ഡിന്നർ ആദ്യം എന്തായാലും കഴിക്കാം എന്നുള്ള ചിന്തയായി. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഇപ്രാവശ്യം ഡിന്നർ കഴിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ലേഡി നല്ല പാടുന്നുണ്ടായിരുന്നു. പക്ഷെ പാട്ട് ഞാൻ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരും. വെറുതെ എന്തിനാണ് ഞാൻ തന്നെ എനിക്ക് പണി മേടിക്കുന്നത്, അത് കാരണം ഞാൻ ഇടാത്ത കേട്ടോ. എന്തായാലും നല്ലൊരു സിംഗറായിരുന്നു, നല്ല പാട്ടായിരുന്നു, ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു. പിന്നെ അതൊക്കെ കേട്ട് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ എല്ലാവരും ചെറപറ എടുത്ത് കഴിച്ച് അങ്ങനെ ആ ഒരു ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ടേബിളും അവർ ഓരോ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം നമുക്ക് ലാൽബാഗിൽ ഫ്ലവർ ഷോ കാണാൻ പോകാമെന്ന് തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ലാൽബാഗിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ചാണ് എപ്പോഴും ലാൽബാഗിൽ ഫ്ലവർ ഷോസൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെയാണ് ഞങ്ങൾ പോയതും. അതുകൊണ്ട് എല്ലാവരും നാട്ടിൽ നിന്നും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫ്ലവർ ഷോ കാണാൻ പോകുന്നില്ലേ എന്ന്. അങ്ങനെ എന്തായാലും പോകാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. ഒരു എന്താ പറയുക, ഒരു 1-2 ഏക്കർ സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. തിരക്കോ എൻ്റെ പൊന്നെ ഒന്നും പറഞ്ഞറിയിക്കണ്ട. പിന്നെ ഒരുപാട് നഴ്സറിയുടെ സ്റ്റോഴ്സ്, അവരുടെ എല്ലാവരുടെയും ഓരോരോ എന്താ പറയണ്ട, ഈ കാണുന്നില്ലേ, ഇതെല്ലാം അവർ വളരെ നല്ല രീതിയിൽ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നഴ്സറികളൊക്കെ ഒത്തിരി അവിടെ അവൈലബിൾ ആട്ടോ. നമുക്ക് ചെടികളും പൂക്കളും എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റോളുകളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ക്യൂ നിന്ന് അകത്ത് കയറി കാണുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഈ ഫ്ലവർ ഷോയുടെ സെറ്റപ്പ്. ഇതാണ് ഏറ്റവും നടുക്ക് അവർ ചെയ്തേക്കുന്നത്. ഡോക്ടർ അംബേദ്കറിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, അറിയാമല്ലോ, ലാൽബാഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതാണ്. അപ്പോൾ അത് ആണ് എല്ലാ സ്ഥലത്തും അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിക്കും തിരക്കിലും എന്താ പറയണ്ട, ക്യൂ നിന്ന് അവശയായി. ഞാൻ പിള്ളേരൊക്കെ ആകെ ടയേർഡായി ഒരു പരുവായി. അങ്ങനെയാണ് നമ്മൾ അകത്ത് കയറി നമ്മൾ ഇതെല്ലാം ഫ്ലവർ കൊണ്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓരോ തൂണും എല്ലാം ഓരോ ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പിന്നെ കുറേ ബുദ്ധൻ്റെ പ്രതിമകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. കാണാനും എല്ലാം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോയൊക്കെ എല്ലായിടത്തും നിന്ന് അങ്ങ് എടുക്കാൻ പറ്റില്ല, തിരക്കും മുന്തും തള്ളും ഒക്കെ ആയതുകൊണ്ട് ഒരു വിധത്തിലാണ് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് വിംചേട്ടനാട്ടോ. എനിക്ക് ഒന്നാമതേ ഹൈറ്റ് കുറവ്, അതിൻ്റെ കൂടെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനും കൂടി പറ്റത്തില്ല. അപ്പം ഹൈറ്റുള്ള ആൾക്കാർ കൂടെ ഉള്ളതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോസാണ് ഇതെല്ലാം. ഇത് കുറേയൊക്കെ ഷോർട്സിൻ്റെ ടൈപ്പിലാണ് എടുത്തേക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അവിടെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത വീഡിയോസാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ മൂവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ബഹളം, അതിൻ്റെ കൂടെ കുഞ്ഞു കുട്ടികളുടെ കരച്ചിൽ, ചൂട്, അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ബാക്കി നിങ്ങൾ കാണുക കേട്ടോ. അങ്ങനെ തിക്കും തിരക്കും എല്ലാം കഴിഞ്ഞ് ഫ്ലവർ ഷോയും കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുക കേട്ടോ. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളി സംഭവം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് കഴിക്കാൻ വേണ്ടി ഇനി ബാംഗ്ലൂർ വരാനും ഞാൻ തയ്യാറാണെന്ന്. ബട്ടർ ഗുൽക്കണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബട്ടർ ഗുൽക്കണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഗണേഷും നാസിമും ഒക്കെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി സംഭവം കേട്ടോ. ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്, ഐസ്ക്രീമും പഴവും പിന്നെന്താണ് ഗുലാബ് ജാമുനും എല്ലാം, അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു കിടില സംഭവമാണ്. 100 രൂപയാണ് ഒരെണ്ണത്തിന്. അത് വെർത്തായിരുന്നു കേട്ടോ, കിടില സംഭവം. അങ്ങനെ അത് കഴിച്ചു.
അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റിൽ പോയി, MG റോഡ്. അപ്പോൾ അവിടെ പോയി അവിടെ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ്. പണ്ടൊക്കെ എല്ലാവരും ബാംഗ്ലൂർ വന്നാൽ ഇവിടാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഷോപ്പിങ്ങിനും മറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവിടെ പോയി. അങ്ങനെ അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞ് നടന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ തിരിച്ചെത്തി. ഇനി ഞങ്ങൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുവാണ് രാത്രിയിൽ. അപ്പം ഗണേഷിനോടും നാസിമിനോടൊക്കെ ബായ് പറഞ്ഞ് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ടൂറ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി അടുത്ത സ്ഥലം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമുക്കിനി ഗോവ ട്രിപ്പ് കാണാം കേട്ടോ. ബൈ.